നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ടെക് ഫോർക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു വൈഫൈ റൗട്ടർ അതിൻ്റെ UPS ഉണ്ടാക്കുന്ന ഒരു വീഡിയോ വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ബാക്കപ്പുള്ള ഒരു UPS ആണ്. കറണ്ട് പോകുന്ന അവസ്ഥയിൽ നമുക്ക് വൈഫൈ നെറ്റ് കട്ടാവുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അധികം ദുരുപയോഗിക്കുന്നില്ല. നേരെ വീഡിയോയിലോട്ട് പോയാലോ. കറണ്ടുള്ളപ്പോൾ UPSൻ്റെ പച്ച LED ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. അത് ഇതിൻ്റെ ബാറ്ററി ചാർജ് ആവുന്നതാണ്. ഇനി ബാറ്ററി ഫുള്ളായി കഴിഞ്ഞാൽ ഇതിലെ ആ പച്ച LED സ്റ്റാൻഡ് ബൈയിലോട്ട് മാറും. അതുപോലെ തന്നെ കറണ്ട് പോകുന്ന അവസ്ഥയിൽ ഇതിൻ്റെ പവർ ഫെയിലിയർ വരാണ്ട് UPSൽ നിന്നുമുള്ള ബാറ്ററിയിൽ നിന്ന് കറണ്ട് എടുത്ത് UPS പ്രവർത്തിച്ചിട്ട് നമുക്ക് നെറ്റ് കട്ടാവാണ്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കടക്കാം. ആദ്യം വേണ്ടത് 3.7 വോൾട്ടിൻ്റെ 2000 mAh ബാറ്ററിയാണ്. 2500 mAh കുഴപ്പമില്ല. ഞാനിവിടെ 3 ബാറ്ററി എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചാർജ് ചെയ്യാനായിട്ട് ചാർജിങ് മൊഡ്യൂൾ വേണം, ബാറ്ററി ചാർജിങ് മൊഡ്യൂൾ. അതുപോലെ 2 LED, MBR. പിന്നെ വേണ്ടത് 7805ൻ്റെ റെഗുലേറ്ററാണ്, 12 വോൾട്ടിന് 5 വോൾട്ട് ആക്കുന്ന റെഗുലേറ്റർ. പിന്നെ ഓൺ ഓഫ് സ്വിച്ച്, DC സോക്കറ്റ്, വയർ, ക്യാബിൻ, അതുപോലെ തന്നെ ഡബിൾ ടേപ്പ്. ഇതിൽ കുറച്ച് വ്യത്യാസം പെടുത്തുന്നുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ 3 ബാറ്ററിനെ നമുക്ക് പാരലായിട്ട് പ്ലസും മൈനസും ഇതിനെ വെൽഡ് ചെയ്തെടുക്കണം. ഈ വെൽഡിങ് മെഷീൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, അത് കയറി കാണുക. അങ്ങനെ ഇത് 3 ഞാൻ വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ 4 വയർ ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. പ്ലസും മൈനസും അങ്ങനെയായിട്ട് 4 വയറായിട്ടാണ് ഇതിൽ സോൾവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ട് കവർ ചെയ്യണം. ഇൻസുലേഷൻ ടേപ്പ് പറ്റി ഞാൻ നന്നായിട്ട് ഇതിനെ കവർ ചെയ്യാണ്. ഇനി ഇതിൻ്റെ ക്യാബിൻ്റെ ഫ്രണ്ട് വശം 2 ചെറിയ ഹോൾ ഇടാണ്. 2 LED വെക്കാനാണ്. ഒന്ന് പവർ കാണിക്കാനും മറ്റത് ഇത് ബാറ്ററി ചാർജിങ്ങിൻ്റെ ഫുൾ കട്ട് ഓഫ് കാണിക്കുന്നതിനായിട്ടുള്ള നല്ല രീതിയിൽ ഗ്ലൂ ഒക്കെ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ഇതുമ്മ ഡബിൾ ടേപ്പ് ഒട്ടിച്ചിട്ട് ഈ ബാറ്ററിനകത്തിട്ട് വെക്കണം. അപ്പോൾ 2 ഡബിൾ ടേപ്പ് വെച്ചിട്ട് ഈ ക്യാബിനകത്തേക്ക് നമുക്ക് ഈ ബാറ്ററി ഇറക്കി വെക്കുകയാണ്. ഇനി അടുത്ത് DC സോക്കറ്റ് വെക്കണം. അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ള DC സോക്കറ്റ്. അതിൻ്റെ ഒരു വശത്ത് നമ്മൾ MBR മൊഡ്യൂൾ വെച്ചിട്ടുണ്ട്. അത് 2 സപ്ലൈ എടുക്കാനാണ്. ഒന്ന് ബാറ്ററിയിൽ നിന്നുള്ള കണക്ഷനും ഒന്ന് അഡാപ്റ്ററിൽ നിന്നുള്ള കണക്ഷൻ എടുക്കാനായിട്ടാണ്. സെൻറ്റർ കോമൺ ആണ്. അതിൽ നിന്നാണ് ഔട്ട് നമുക്ക് എടുക്കേണ്ടത്. ഈ MBRൻ്റെ ഒരു കപ്പാസിറ്ററും വെച്ചിട്ടുണ്ട്. 100 MFD 61 വോൾട്ടിൻ്റെ ചെറിയ കപ്പാസിറ്റർ. ഇനി അതിന് ശേഷം നമുക്ക് ഈ പവർ വരണടുത്ത് അഡാപ്റ്റർ കണക്ട് ചെയ്യാനടുത്ത് ഒരു റെഗുലേറ്റർ വെക്കണം. 7805ൻ്റെ 12 വോൾട്ടിന് 5 വോൾട്ട് ആക്കുന്ന റെഗുലേറ്റർ വെക്കണം. ഡബിൾ ടേപ്പ് വെച്ചിട്ട് തന്നെ മുകളിൽ ഈ റെഗുലേറ്റർ വെക്കണം. ഹീറ്റ് സിങ്ക് വെക്കണം. കാരണം നല്ലോണം ഹീറ്റ് ആവണത് റെഗുലേറ്റർ. അപ്പോൾ ഹീറ്റ് സിങ്ക് വെച്ചിട്ട് ഇതുപോലെ വെക്കണം, വീഡിയോ കാണുന്ന പോലെ. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ അഡാപ്റ്ററിൽ നിന്നുള്ളൊരു പ്ലസ് കണക്ഷൻ ഈ റെഗുലേറ്ററിൻ്റെ ഒന്നാമത്തെ കാലുമ സോൾഡർ ചെയ്യുക. അത് 12 വോൾട്ടിൻ്റെ പ്ലസ് ആണ്. രണ്ടാമത്തെ ലെഗ് വരുന്നത് മൈനസ് ആണ്, ഗ്രൗണ്ടാണ്. അത് അഡാപ്റ്ററിൽ നിന്നുള്ള ആ സോക്കറ്റിൽ നിന്നുള്ള മൈനസ് കണക്ഷൻ നേരെ സോൾഡർ ചെയ്യുക. മൂന്നാമത്തെ കാലാണ് ഔട്ട്, 5 വോൾട്ട് വരുന്നത്. അത് നമുക്ക് നേരെ ചാർജിങ് മൊഡ്യൂളിലേക്ക് കണക്ട് ചെയ്യണം. ഇതിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്നത് പവർ ബാങ്ക് മൊഡ്യൂളാണ്. ഈ മൊഡ്യൂളിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യുന്നത്. ഇനി റെഗുലേറ്ററിൽ നിന്നുള്ള 5 വോൾട്ട് സപ്ലൈ നമുക്ക് ഈ മൊഡ്യൂളിലേക്ക് ഇൻപുട്ടിലേക്ക് കൊടുക്കാം. ഈ മൊഡ്യൂളിലേക്കുള്ള പവർ സപ്ലൈ 5 വോൾട്ട് പവർ സപ്ലൈ സോൾവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ബാറ്ററി കണക്ഷനാണ്. ബാറ്ററിയുടെ മൈനസ് കണക്ഷൻ നേരിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ബാറ്ററിയുടെ പ്ലസ് കണക്ഷൻ ഈ സ്വിച്ച് വഴി സോൾഡർ ചെയ്തിട്ട് നമുക്ക് ഈ മൊഡ്യൂളിലേക്ക് കൊടുക്കാം. അപ്പോൾ ഓണാക്കുമ്പോൾ പവർ ഓണാക്കുമ്പോൾ
മൊഡ്യൂൾ ഓണാവും. ചാർജിങ് മൊഡ്യൂളിലേക്കുള്ള 5 വോൾട്ട് സപ്ലൈയും അതുപോലെ തന്നെ ബാറ്ററി കണക്ഷനും കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഡബിൾ ടാപ്പ് വെച്ചിട്ട് ഈ മൊഡ്യൂളിൽ നമുക്ക് ഉറപ്പിച്ച് വയ്ക്കാം. ഇനി നമുക്ക് ബക്ക് അപ്പ് കൺവെർട്ടർ വെക്കണം. എന്തെന്ന് വെച്ചാൽ ഈ 3.7 വോൾട്ടിനെ വീണ്ടും 12 വോൾട്ട് ആക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബക്ക് കൺവെർട്ടർ വെക്കണം. ഈ ബാറ്ററിയിൽ നിന്നുള്ള കണക്ഷൻ നമുക്ക് നേരെ ഈ ബക്ക് കൺവെർട്ടറിൻ്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യാം. ഈ ബക്ക് കൺവെർട്ടറിൽ നിന്നുള്ള ഔട്ട്പുട്ട് കണ്ടെടുത്തിട്ടാണ് നമുക്ക് വൈഫൈൻ്റെ റൗട്ടറിലേക്ക് കറണ്ട് കൊടുക്കുന്നത്. ഇനി പവർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. പവർ ഓൺ ചെയ്തപ്പോൾ LED കത്തിയിട്ടുണ്ട്. ഈ ബക്ക് കൺവെർട്ടറിലേക്കുള്ള സപ്ലൈ വന്നിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യണം. മൾട്ടിമീറ്റർ വെച്ചിട്ട് DC റേഞ്ചിലിട്ടിട്ട് 20 വോൾട്ടിലിട്ടിട്ട് ഈ ബക്ക് കൺവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് ചെക്ക് ചെയ്യണം. ഔട്ട്പുട്ടിലിട്ട് 12 വോൾട്ടിൽ നമുക്ക് സെറ്റ് ചെയ്യണം. ആ 12 വോൾട്ടാണ് നമുക്ക് റൗട്ടറിലേക്ക് വൈഫൈ റൗട്ടറിലേക്ക് നമുക്ക് ഉപയോഗിക്കേണ്ടത് മോഡത്തേക്ക് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് 19 വോൾട്ടിലാണ് ഇട്ടേക്കുന്നത്. അതിനെ കുറച്ചുകൊണ്ട് വരണം. നമുക്കൊരു 12 വോൾട്ട് താഴെ ഒരു 12.9 വോൾട്ടിലേക്ക് സെറ്റ് ചെയ്യാം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. 12 വോൾട്ട് വേണ്ട, കാരണം അഡാപ്റ്ററിൽ നിന്നുള്ള 12 വോൾട്ടാണ് വരുന്നത്. 12.112 ഒക്കെ വോൾട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അഡാപ്റ്ററിൽ നിന്നുള്ള വോൾട്ടേക്കാട്ടും കുറച്ച് താഴത്തോട്ട് നമുക്ക് ഇടണം. കാരണം MBR വയ്ക്കുമ്പോൾ ഒരു സ്വിച്ചിങ് നടക്കും. ഈ ഏറ്റവും കൂടുതലുള്ള വോൾട്ടേജ് ഡിറ്റക്റ്റ് ചെയ്യും. അപ്പോൾ അതായിരിക്കും ആദ്യം എടുക്കുക. അപ്പോൾ നമ്മൾ ബാറ്ററീനെ സേഫ് ആക്കും. നേരിട്ട് അഡാപ്റ്റർ ഓൺ ആക്കുമ്പോൾ അഡാപ്റ്ററിൽ നിന്നുള്ള കറണ്ട് എടുത്തിട്ടാണ് UPS വർക്ക് ചെയ്യുക. കറണ്ട് പോകുമ്പോൾ ബാറ്ററിയിൽ നിന്നുള്ള കണക്റ്റ് ആവും. ഈ DC സോക്കറ്റിൽ നേരിട്ട് MBRൻ്റെ ഫസ്റ്റത്തെ ലെഗിലേക്ക് കണക്ഷൻ കൊടുക്കുക. അവിടെ 12 വോൾട്ട് വരാം. അതുപോലെ തന്നെ സെൻട്രൽ ലെഗ് കോമൺ ആയിരിക്കും. അതിൽ ഒരു കപ്പാസിറ്റർ കൊടുക്കുന്നുണ്ട് 100 MFD. ഈ 61 വോൾട്ടിൻ്റെ കപ്പാസിറ്റർ നേരത്തെ തന്നെ സോൾഡർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബക്ക് കൺവെർട്ടറിൽ നിന്നുള്ള ഔട്ട്പുട്ട് നമ്മൾ സെറ്റ് ചെയ്ത 11.9 വോൾട്ട് ഈ മൂന്നാമത്തെ ലെഗിൽ, അതായത് MBRൻ്റെ മൂന്നാമത്തെ ലെഗിൽ കൊടുക്കാം. സോൾഡർ ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് DC സോക്കറ്റിൻ്റെ പിന്ന്, അതായത് വൈഫൈ റൗട്ടറിലേക്ക് ഔട്ട്പുട്ട് സപ്ലൈ കൊടുക്കാനായിട്ടുള്ള ആ പിന്ന് നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ് കണക്ഷൻ MBRൻ്റെ സെൻട്രൽ കാലിലേക്ക് സോൾഡർ ചെയ്യുക. അത് പോസിറ്റീവ് കണക്ഷനാണ്. അവിടെ നിന്ന് ഒരു കപ്പാസിറ്റർ സോൾഡർ ചെയ്തിട്ടുണ്ട്. ആ കപ്പാസിറ്ററിൻ്റെ മൈനസ് വശം നേരെ ബക്ക് കൺവെർട്ടറിൻ്റെ മൈനസിലേക്ക്, ഔട്ട്പുട്ട് മൈനസിലേക്ക് സോൾഡർ ചെയ്യുക. ആ മൈനസ് നേരെ കപ്പാസിറ്ററിലേക്ക് സോൾഡർ ചെയ്യുക. അതുപോലെ തന്നെ ഈ മൂന്നാമത്തെ ലെഗ്, MBRൻ്റെ മൂന്നാമത്തെ ലെഗ് ഇന്നൊരു വയർ സോൾഡർ ചെയ്തിട്ട് ബക്ക് കൺവെർട്ടറിൻ്റെ ഔട്ട്പുട്ടിൽ സോൾഡർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഷോർട്ട് കീ ഡയോഡ് MBR നമുക്ക് ഒതുക്കി വെക്കണം. അതുപോലെ തന്നെ ഈ വയറും ഒതുക്കി വെക്കണം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ LED കണക്ഷൻ കൊടുക്കണം. അത് മറ്റേ മൊഡ്യൂളിൽ നിന്നുള്ള ലാസ്റ്റത്തിലിടിയും വയർ വെച്ച് കണക്ഷൻ ചെയ്ത് കൊടുക്കണം. ഇതിങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഒരു സ്വിച്ചിങ് നടക്കാനായിട്ടാണ്. അതായത് നമ്മൾ അഡാപ്റ്ററിൽ നിന്നുള്ള 12 വോൾട്ട് ആദ്യം ഡിറ്റക്റ്റ് ആവുള്ളൂ. ബാറ്ററിയിൽ നിന്നുള്ള 11.9 വോൾട്ട് താഴ്ന്നു നിൽക്കണ കാരണം അത് ആദ്യം എടുക്കില്ല. വോൾട്ടേജ് റേഞ്ച് കൂടിയതാണ് ആദ്യം എടുക്കുക. അതപ്പോൾ ഓണാക്കുമ്പോൾ അഡാപ്റ്ററിൽ നിന്നുള്ള കറണ്ട് എടുത്തിട്ടാണ് വൈഫൈ ഓൺ ആവുക. കറണ്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബാറ്ററിയിൽ നിന്നുള്ള കണക്ഷൻ സ്വിച്ചിങ് ആയിട്ട് ബാറ്ററിയിൽ നിന്നുള്ള കണക്ഷൻ എടുത്ത് വൈഫൈ റൗട്ടർ പ്രവർത്തിച്ചോളൂ. കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഡയഗ്രാമിൽ കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ സെറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ UPSൻ്റെ കവറൊക്കെ മൂടിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഈ UPSൻ്റെ ഔട്ട്പുട്ട് പിന്ന്
നമ്മൾ വൈഫൈയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. വൈഫൈ മോഡത്തിലേക്ക് ഔട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. പവർ ഓൺ ആക്കുമ്പോൾ ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ UPSൻ്റെ സ്വിച്ച് ഓഫാണ്. ഇപ്പോൾ ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഓഫായാലും ഓണായാലും നമ്മൾ കറണ്ട് ഉള്ളപ്പോൾ നമുക്ക് UPSൽ നിന്ന് തന്നെ ഔട്ട്പുട്ട് കിട്ടും. വൈഫൈ മോഡം ഓഫാവില്ല. കറണ്ട് ഉള്ളപ്പോൾ നമ്മൾ ഇത് UPSൻ്റെ സ്വിച്ച് ഓണാക്കി തന്നെ ഇടണം. കാരണം കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഓഫായിട്ടിരിക്കുന്ന കാരണം ഔട്ട്പുട്ട് കിട്ടില്ല. അപ്പോൾ എപ്പോഴും ഓണാക്കി തന്നെ ഇടണം. സ്വിച്ചിങ്ങായിട്ട് പ്രവർത്തിച്ചോളും. ഈ അഡാപ്റ്റർ ഞാൻ ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ കറണ്ട് ഉണ്ട്. ഞാൻ കറണ്ട് പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ ഈ അഡാപ്റ്ററിൻ്റെ സ്വിച്ച് ഓഫാക്കി കഴിഞ്ഞപ്പോൾ 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് UPSൻ്റെ പവർ ഓഫായത്. UPSൽ നിന്നുള്ള ഔട്ട്പുട്ട് സപ്ലൈ കട്ടാവില്ല. വൈഫൈ റൂട്ടറിൻ്റെ സപ്ലൈ കട്ടാവുന്നുണ്ട്. നമുക്ക് കണ്ടിന്യൂ ആയിട്ട് കിട്ടും, നെറ്റ് കട്ടാവില്ല. ഇപ്പോൾ അഡാപ്റ്റർ ഓഫാണ്. ഇനി അഡാപ്റ്റർ ഒന്നുകൂടി ഓൺ ചെയ്ത് നോക്കാം. അഡാപ്റ്റർ ഓൺ ചെയ്തു. റെഡ് ലൈറ്റ് കത്തി, പച്ച ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ബാറ്ററി ചാർജ് ചെയ്യാവുന്നതാണ്. വൈഫൈ റൂട്ടറിൻ്റെ സപ്ലൈ കട്ടാവുണ്ട്, നെറ്റ് കണ്ടിന്യൂ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ എല്ലാ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ മാക്സിമം ഷെയർ ചെയ്തേക്കണേ. തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള ചെറിയ ചെറിയ വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.